Hello, welcome to Learnino. അപ്പം ഈ വീഡിയോ ക്രോൺ ടാബിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് കേട്ടോ. Okay, question number 1. Where are the user cron tab files stored? Options A /etc/cron tab, B /var/spool, C /var/spool/cron, D /dot/cron. Okay, answer is option C. ഇതാണ് /var/spool/cron cron tab files store ചെയ്യുന്നത്. Okay. Question number 2. Which option on the cron command is used to display entries in the current cron tab? Okay, options -E, -R, -L, -S. Answer is option C, -L ആണ്. Okay, current contents of cron tab അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ cron -L ആണ് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിന്റെ ബാക്കിൽ ജസ്റ്റ് എല്ലാം ഒന്ന് പറയാം. Question number 3. What is cron? Options: a simple process, an orphan process, a daemon, a zombie process. Answer is option C, a daemon. Okay, അപ്പോൾ cron എന്ന് പറയുന്നത് ഒരു daemon ആണ്, നമ്മുടെ യുണിക്സ് ലിനക്സ് സിസ്റ്റത്തിലൊക്കെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് റെഗുലർ ഇൻ്റർവൽസ് അല്ലെങ്കിൽ ഒരു റെഗുലർ ഷെഡ്യൂളിൽ നമുക്ക് ടാസ്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം അവിടെ ജോബ് ഷെഡ്യൂളിംഗ് ആണ് നടക്കുന്നത്. നമുക്കത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ക്രോൺ ജോബ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രോൺ ടേബിൾ ആണ്, അതായത് ക്രോൺ ടാബ്. ഓക്കെ, question number 4. The cron tab is a table having a list of commands that are scheduled to be run at regular intervals. True or false? Okay, അറിയാം. Answer is true. Okay, so a cron tab or cron table is a list of commands. നമ്മൾ പറഞ്ഞതാണ്, അതിനകത്ത് കുറച്ച് ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് ആണുള്ളത്. നമ്മളുടെ ടാസ്ക് അല്ലെങ്കിൽ ജോബ് ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് ആണ് ക്രോൺ ടാബിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂളിങ്, എഡിറ്റിംഗ്, റിമൂവിങ്, മോഡിഫൈയിങ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ടാസ്കിനെ വീണ്ടും റീഷെഡ്യൂൾ ചെയ്യാനും എഡിറ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാനും എല്ലാത്തിനും യൂസ്ഫുൾ ആണ്. ഓക്കെ, question number 5. Which of the following command will remove the current cron tab? അപ്പോൾ ഇത് current cron tab remove ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാബ് ഏതാണ്, cron tab ഏതാണ്? ഓപ്ഷൻസ്: A cron tab P, B cron tab L, C cron tab E, C cron tab R. ഓക്കെ, നമുക്കറിയാം റിമൂവ് ആണ്, സോ റിമൂവിന് പേര് പോലെ R തന്നെയാണ് കേട്ടോ, ക്രോൺ ടാബ്. അപ്പോൾ നമുക്ക് കണ്ടൻസ് കാണാൻ വേണ്ടിയിട്ട് കറണ്ട് ഫയലിലെ കണ്ടൻസ് കാണാൻ വേണ്ടി ക്രോൺ ടാബ് എല്ലും അത് റിമൂവ് ചെയ്യാൻ ക്രോൺ ടാബ് ആറും ആണ്. ഓക്കെ, അതുപോലെ തന്നെ ടു എൻ്റർ ദ ക്രോൺ കമാൻഡ്സ് യൂസിങ് ക്രോൺ ടാബ് ഈ കമാൻഡ് നമുക്ക് അത് വെച്ചിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, question number 6. Which among the following is used to schedule jobs in Linux? അപ്പോൾ ലിനക്സിൽ ജോബ്സ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻസ്: എ ടൈം, ബി ഷെഡ്യൂൾ, സി ക്രോൺ, ഡി CAL. നമുക്ക് ആൻസർ അറിയാം. ആൻസർ ഇസ് ഓപ്ഷൻ സി, ക്രോൺ ആണ്. ഓക്കെ, നമുക്ക് ലിനക്സിൽ ജോബ്സ് എല്ലാം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോൺ ആണ്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യാനുണ്ട്. കഴിഞ്ഞ ആ ക്ലാസ്സിൻ്റെ വീഡിയോയിൽ പോയിന്റ്സ് പറയാത്ത പോയിന്റ്സ് ആണ്. ഓക്കെ, നമുക്ക് കമാൻഡ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വരാം. ഓക്കെ, ടു ആഡ് ഓർ മോഡിഫൈ ദ ക്രോൺ ടാബ്. ഓക്കെ, ഇപ്പം യൂസറിന് ക്രോൺ ടാബ് ജോബ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റും ഒരു ക്രോൺ ടാബ് കമാൻഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് അതിന് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ ക്രോൺ ടാബ് കോൺഫിഗറേഷൻ ആണ് ഓപ്പൺ ആയിട്ട് വരിക. അത് വെച്ച് നമുക്ക് നമ്മുടെ ഡിഫോൾട്ട് ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് $cron tab -u -e. ഓക്കെ, $cron tab -u -e. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചേഞ്ചസ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ക്രോൺ ടാബിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാതെ തന്നെ നമുക്കത് പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് $cron tab -l. ഓക്കെ, $cron tab -l. Okay, without restarting our
cron tab നമുക്ക് നമ്മുടെ ചേഞ്ചസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. ഓക്കെ. Okay, next to remove your cron tab task. നമ്മുടെ ടാസ്ക് റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് $cron tab -r ആണ്. ഓക്കെ. നെക്സ്റ്റ് ആഡ് ഓർ അപ്ഡേറ്റ് ജോബ് ഇൻ cron tab. നമുക്ക് ജോബ് ആഡ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് cron tab E ആണ്. ഓക്കെ. നെക്സ്റ്റ് is command to edit other users cron tab. മറ്റു യൂസേഴ്സിൻ്റെ cron tab എഡിറ്റ് ചെയ്യാൻ വേണ്ടി കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് cron tab -u username -e. ഓക്കെ. കമാൻഡ് നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് യൂസറിൻ്റെ cron tab എൻട്രീസ് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. cron tab -l ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് യൂസറിൻ്റെ cron tab എൻട്രീസ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവരുടെ യൂസർ നെയിം കൂടി കൊടുക്കേണ്ടി വരുന്നത്. cron tab -u then username -l. ഓക്കെ. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് ആണ് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. See you on the next video. Bye.